ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. കളക്ഷൻ ഓഫ് ഡാറ്റ, ഡാറ്റയുടെ കളക്ഷൻ. അപ്പോൾ എന്താണ് ഡാറ്റ എന്ന് പറഞ്ഞാൽ? ഡാറ്റ എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ. ഓക്കെ, ഒരു ബഹുപദമാണ് അല്ലെങ്കിൽ ഒരു പ്ലൂറൽ പദമാണ് ഏതെന്ന് പറയുന്നത് ഡാറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ സിംഗുലർ എന്ന് പറയുന്നത് ഡാറ്റം, DATUM. ഓക്കെ അല്ലേ? അപ്പോൾ ഡാറ്റ ഈസ് ദ പ്ലൂറൽ ഓഫ് ദ ടേം ഡാറ്റം, വിച്ച് മീൻസ് എനി മെഷർമെൻറ്റ്, റിസൾട്ട്, ഫാക്റ്റ് ഓർ ഒബ്സർവേഷൻ വിച്ച് ഗിവ്സ് ഇൻഫോർമേഷൻ. അപ്പം നമുക്ക് അറിവ് നൽകുന്ന എന്തെങ്കിലും നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്റ്റുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും റിസൾട്ടുകളോ അതല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ അളവുകളോ ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? ഡാറ്റ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കണം, ഡാറ്റ എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ എന്നതാണ് അർത്ഥം. ഓക്കെ, അതൊരു പ്ലൂറൽ പദമാണ്, അതിൻ്റെ സിംഗുലറാണ് ഡാറ്റം, DATUM എന്ന് പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ വ്യത്യസ്ത തരം ഡാറ്റ ശേഖര സാഹചര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു സ്കൂളിൽ ഒരു ക്ലാസ് പരീക്ഷ നടന്നു കഴിഞ്ഞാൽ അധ്യാപകൻ ആ കുട്ടികളുടെ മാർക്കുകൾ കളക്ട് ചെയ്യാറുണ്ട്. ഇതൊരു ഡാറ്റ കളക്ഷനാണ്. ഓക്കെ, അടുത്തിടെയുള്ള സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ഒരു പത്രപ്രവർത്തകൻ ശേഖരിക്കും. അതൊരു ഡാറ്റ കളക്ഷനാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ എങ്ങനെ വോട്ട് ചെയ്യാൻ പദ്ധതിയിടുന്നു എന്നതിനെക്കുറിച്ച് വിവരങ്ങൾ ഒരു രാഷ്ട്രീയക്കാരൻ ശേഖരിക്കുന്നു. അതൊരു ഡാറ്റ കളക്ഷനാണ്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള ഡാറ്റ നേടുന്നതിന് ഏറ്റവും ജനപ്രിയ മാർഗം എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ആണ്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ? ഓക്കെ, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില പദങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് പരിചയപ്പെടാനുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. സ്ഥിതിവിവര അന്വേഷണം, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ഇതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ? ഇതിൽ ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വിവര ശേഖരണം, ക്ലാസിഫിക്കേഷൻ, അതല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം? നമുക്ക് ശേഖരിച്ച ഡാറ്റ അത് വർഗീകരിക്കണം. ഓക്കെ, മറ്റൊന്ന് പ്രസൻറ്റേഷൻ, അത് അവതരിപ്പിക്കണം അല്ലെ, അവതരണം. ഓക്കെ, പിന്നെ അനാലിസിസ്, അത് വിശകലനം ചെയ്യണം. ഇൻ്റർപ്രട്ടേഷൻ, അതിൻ്റെ വ്യാഖ്യാനം. ഓക്കെ, ഇതെല്ലാം ഈ ഒരു പ്രൊസീജിയറാണ്, ഇതെല്ലാം കൂടെ ചേർന്ന പ്രൊസീജിയറാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ? ഡാറ്റ കളക്ഷൻ, അതല്ലെങ്കിൽ വിവരശേഖരണം, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ്, ഇൻ്റർപ്രട്ടേഷൻ, ഈ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ അധികാരമുള്ള വ്യക്തിയെ പറയുന്ന പേരാണ് ഇൻവെസ്റ്റിഗേറ്റർ. ഓക്കെ, ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ അധികാരമുള്ള വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഇൻവെസ്റ്റിഗേറ്റർ. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റിഗേറ്ററിന് നേരിട്ട് ഫീൽഡിൽ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യാം. അതല്ല എങ്കിൽ മറ്റാരെങ്കിലും ഫീൽഡിലേക്ക് വിട്ടിട്ട് അവരെ കൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫീൽഡിൽ നിന്ന് ഡാറ്റ ശേഖരിക്കാൻ ഇൻവെസ്റ്റിഗേറ്റർ ചില വ്യക്തികളെ നിയമിക്കുന്നു. ഈ വ്യക്തികളെ എന്യൂമറേറ്റേഴ്സ് എന്നാണ് പറയാം. ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? അന്വേഷണം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആളെ വിളിക്കുന്ന പേര് ഇൻവെസ്റ്റിഗേറ്റർ. അപ്പോൾ ഫീൽഡിൽ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന ആളെ പറയുന്ന പേര് എന്യൂമറേറ്റർ. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർക്ക് നേരിട്ട് വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ മറ്റൊരാളെ പറഞ്ഞു വിടാം. ഓക്കെ, അങ്ങനെ ഫീൽഡിൽ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര് എന്യൂമറേറ്റർ എന്നാണ്. ഓക്കെ, അത്തരത്തിലുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് എന്യൂമറേറ്റേഴ്സ്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ നടപടികളെ കുറിച്ച് അതുപോലെ ഈ എന്യൂമറേറ്റേഴ്സിന് അറിവുണ്ടാവണം നിർബന്ധമൊന്നുമില്ല.
അയാൾക്ക് ചിലപ്പോൾ ചില ചോദ്യാവലികൾ കൊടുത്തിട്ടുണ്ടാവും, അത് പ്രകാരം അയാൾ അവിടുന്ന് ഡേറ്റ കളക്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് ഒരു അറിവുണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർക്ക് വേണ്ടി വിവരങ്ങൾ ശേഖരിക്കുക എന്നത് മാത്രമാണ് എന്യൂമറേറ്ററിൻ്റെ കടമ. ഓക്കെ, എന്യൂമറേറ്ററിൻ്റെ ജോലിയെ അത് പരിശീലിപ്പിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നതാണ് ഒരു ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ കടമ. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ദ പ്രോസസ് ഓഫ് ഡാറ്റ കളക്ഷൻ ബൈ ദി എന്യൂമറേറ്റർ ഈസ് നോൺ ആസ് എന്യൂമറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഒരാളെ ഫീൽഡിലേക്ക് പറഞ്ഞു വിടുന്നു ഡാറ്റ കളക്ട് ചെയ്യാൻ. അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് എന്യൂമറേറ്റർ. അദ്ദേഹം ആ കളക്ട് ചെയ്യുന്ന ആ പ്രോസസ്സ്, അദ്ദേഹത്തിൻ്റെ ആ ജോലി ഉണ്ടല്ലോ, ആ കളക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്യൂമറേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുപോലെ ഏതാനും പദങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ടേം നോക്കാം, പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിംഗ്. ഇവിടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ജനസംഖ്യ എന്നൊരർത്ഥത്തിലല്ല. ഇതിൽ എല്ലാ ഘടകങ്ങളും വ്യക്തികളും ഇനങ്ങളും വസ്തുക്കളും ഉൾപ്പെടുന്നു. പോപ്പുലേഷൻ സെറ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് അണ്ടർ സ്റ്റഡി. അതായത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണോ അവിടെയുള്ള എല്ലാ യൂണിറ്റിനെയും കുറിച്ച് പറയുന്നതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഒരു പത്രം വിതരണം ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം പത്രം ഇടുന്ന ആ വീടുകളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം പോപ്പുലേഷൻ എന്നത് അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള നിർദ്ദിഷ്ട നിയോജക മണ്ഡലത്തിലെ രജിസ്റ്റർ ചെയ്ത എല്ലാ വോട്ടർമാരുമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു കോളേജിലെ കുട്ടികളുടെ ഹൈറ്റ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് എങ്കിൽ ആ കോളേജിലെ എല്ലാ കുട്ടികളുമാണ് അവിടെ പോപ്പുലേഷൻ ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്കിവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ് പാരാമീറ്റർ. എന്താണ് പാരാമീറ്റർ? എനി ഫങ്ഷൻ ഓഫ് പോപ്പുലേഷൻ ഈസ് നോൺ ആസ് പാരാമീറ്റർ. ഓക്കെ, നമുക്ക് രണ്ട് ടേം ഓർത്തിരിക്കാണ്ട്, ഒന്ന് പാരാമീറ്ററും ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കും. അത് നമുക്ക് അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. പാരാമീറ്റർ എന്താണെന്നാണ് പറഞ്ഞത്? എനി ഫങ്ഷൻ ഓഫ് പോപ്പുലേഷൻ ഈസ് നോൺ ആസ് പാരാമീറ്റർ. അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി ഇഫ് ഡാറ്റ ആർ കളക്റ്റഡ് ഫ്രം ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദി പോപ്പുലേഷൻ ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് കോൾഡ് സെൻസസ്. അപ്പം എന്താണ് സെൻസസ് എന്ന് പറയുന്നത്? പോപ്പുലേഷനിലെ ഓരോ യൂണിറ്റിൽ നിന്നും നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സെൻസസ്. പോപ്പുലേഷൻ്റെ ഓരോ യൂണിറ്റിൽ നിന്നും വിവരം ശേഖരിക്കുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷനെ പറയുന്ന പേരാണ് സെൻസസ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ എന്താണെന്ന് പറഞ്ഞു, പാരാമീറ്റർ എന്താണെന്ന് പറഞ്ഞു, സെൻസസ് എന്താണെന്നും പറഞ്ഞു. ഒരു പോപ്പുലേഷനിലെ വസ്തുക്കളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി പോപ്പുലേഷനെ രണ്ടായിട്ട് തിരിക്കാം. ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. പരിമിതവും അനന്തവും. ഉദാഹരണത്തിന് 2019-20 കേരള സർവകലാശാലയിലെ എല്ലാ വിദ്യാർത്ഥികളും എന്ന് പറഞ്ഞാൽ അവിടെ ഫൈനൈറ്റ് ആണ്. കാരണം 2019-20 ഒരു വർഷത്തെ കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ എണ്ണവും നമുക്ക് അവിടെയുള്ള ഓരോ കുട്ടികളുടെ അടുത്ത് നിന്നും നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. അത് ഫൈനൈറ്റ് ആണ്, നമ്മളെ കൊണ്ട് സാധ്യമാണ്. എന്നാൽ അടുപ്പത്ത് വെച്ചിരിക്കുന്ന അരി വെന്തോ എന്നറിയാൻ അതിലുള്ള മുഴുവൻ വറ്റുകളും നമ്മൾ പരിശോധിക്കാൻ നിന്നാൽ അത് ഇൻഫൈനൈറ്റ് ആണ്, അനന്തമാണ്. അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന അരി വെന്തോ എന്നറിയാൻ അതിലുള്ള മുഴുവൻ വറ്റുകളും നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല. അതിൽ 1-2 വറ്റ് മാത്രം എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും. ഇത് ഇൻഫിനിറ്റിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇൻഫിനിറ്റി ആണെങ്കിൽ, അതായത് പോപ്പുലേഷൻ ഫൈനൈറ്റോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റോ ആകാം. ഇതുപോലെ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് ഓരോ യൂണിറ്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ സാധ്യമല്ല.
അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ 2 or 3 വറ്റ് നമ്മൾക്ക് എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് സാമ്പിളിംഗ്. ഓക്കെ, ആ എടുക്കുന്നതാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു മീനിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നറിയാം. മീനിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി മുഴുവൻ മീനും പരിശോധിക്കേണ്ട ആവശ്യമില്ല, അവിടെ ഇൻഫിനിറ്റ് ആണത്. അപ്പം നമുക്ക് മീനിൽ മായം ചേർത്തോ എന്നറിയാൻ വേണ്ടി 2 or 3 മീൻ നമുക്ക് അതിനൊരു സാമ്പിളായിട്ട് മാത്രം എടുത്താൽ മതി അല്ലേ. അപ്പോൾ പോപ്പുലേഷൻ ഫൈനൈറ്റ് ഉണ്ട്, ഇൻഫൈനൈറ്റ് ഉണ്ട്. എപ്പോഴൊക്കെയാണ് ഇൻഫിനൈറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഇപ്പം 3000 കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ 100 or 50 കുട്ടികളിൽ നിന്ന് നമ്മൾ വിവരം ശേഖരിക്കുകയാണ്. ഇവിടെ 3000 കുട്ടികളെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മളൊരു 100 അല്ലെങ്കിൽ 50 പേരെ നമ്മൾ ഒരു വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന ആ 50 പേരെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. ആ മൊത്തത്തിലുള്ള 3000 പേരെ നമ്മൾ എന്തെന്ന് പറയുന്നു? പോപ്പുലേഷൻ എന്ന് പറയുന്നു. ക്ലിയർ ആകുന്നുണ്ടല്ലോ? അതിൽ നിന്ന് നമുക്ക് സാമ്പിളായിട്ട് ഒരു 100 അല്ലെങ്കിൽ 50 പേരെ മാറ്റിയെടുക്കുന്നതാണ്. ആ വിവരങ്ങൾ ശേഖരിക്കാൻ നമ്മൾ എടുക്കുന്ന അവരെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ്റെ ഈ റെപ്രസെൻറ്റേറ്റീവ് പാർട്ടിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. ദ മെത്തേഡ് ഓഫ് കളക്ടിങ് ഡാറ്റ ഫ്രം ദി സാമ്പിൾ ഈസ് നോൺ ആസ് സാമ്പിളിംഗ് ഓർ സാമ്പിൾ സർവേ. അതായത് നമ്മളൊരു സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നതിനെ പറയുന്ന പേര് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സാമ്പിളിംഗ് അതല്ലെങ്കിൽ സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിളിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്ന രീതിയെയാണ് പറയുന്നത് എന്ത്? സാമ്പിളിംഗ് അതല്ലെങ്കിൽ സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷനിലെ ഓരോ യൂണിറ്റിൽ നിന്നും ഡാറ്റ ശേഖരിക്കുന്നതിനെ സെൻസസ് എന്നും, എന്നാൽ സാമ്പിളിൽ നിന്നും ഡാറ്റ ശേഖരിക്കുന്നതിനെ സാമ്പിളിംഗ് അതല്ലെങ്കിൽ സാമ്പിൾ സർവേ എന്നുമാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എനി ഫങ്ഷൻ ഓഫ് പോപ്പുലേഷൻ ഈസ് നോൺ ആസ് പാരാമീറ്റർ. അതുപോലെ എനി ഫങ്ഷൻ ഓഫ് സാമ്പിൾ സർവേ ഈസ് നോൺ ആസ് സ്റ്റാറ്റിസ്റ്റിക്. ശ്രദ്ധിക്കണേ, എന്താ പറഞ്ഞത്? എനി ഫങ്ഷൻ ഓഫ് സാമ്പിൾ സർവേ, എനി ഫങ്ഷൻ ഓഫ് സാമ്പിൾ സർവേ ഈസ് നോൺ ആസ് സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ ആണല്ലോ? പക്ഷെ നമ്മൾ നേരത്തെ എന്താണ് പഠിച്ചത്? എനി ഫങ്ഷൻ ഓഫ് പോപ്പുലേഷൻ ഈസ് നോൺ ആസ് പാരാമീറ്റർ. ഓക്കെ, പോപ്പുലേഷൻ ആണെങ്കിൽ പാരാമീറ്റർ എന്നും സാമ്പിൾ ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഓർത്തു വെക്കേണ്ട 1-2 പോയിന്റും കൂടി പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു സെൻസസ്. സെൻസസ് എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനിലെ ഓരോ യൂണിറ്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് സെൻസസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെൻസസിനെ കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്നും പറയുന്നു. അപ്പോൾ കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് പറഞ്ഞാൽ സെൻസസ് ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ പോപ്പുലേഷനിലുള്ള എല്ലാ യൂണിറ്റിൽ നിന്നും നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നു, അതിനെയാണ് സെൻസസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സെൻസസിൻ്റെ മറ്റൊരു പേരാണ് കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, 3 തരത്തിലുള്ള സെൻസസ് നമുക്ക് സാധാരണ നടക്കാറുണ്ട്. ഒന്ന് പോപ്പുലേഷൻ സെൻസസ്, ജനസംഖ്യ. പോപ്പുലേഷൻ സെൻസസ് 10 വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത്. ഇനി അടുത്ത നടത്താൻ പോകുന്നത് 2021 അടുത്ത സെൻസസ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ സെൻസസ് 10 വർഷം കൂടുമ്പോൾ നടക്കും. അതുപോലെ തന്നെ എക്കണോമിക് സെൻസസ് ഉണ്ട്. എക്കണോമിക് സെൻസസ് ഓരോ 5 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ സെൻസസ് ഉണ്ട്. അഗ്രികൾച്ചറൽ സെൻസസും 5 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, പോപ്പുലേഷൻ സെൻസസ് നടക്കുന്നത് 10 വർഷം കൂടുമ്പോൾ, എന്നാൽ എക്കണോമിക് സെൻസസും അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ സെൻസസും നടക്കുന്നത് ഓരോ 5 വർഷം കൂടുമ്പോഴാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടേമാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. എന്താണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ? നമുക്ക് ഒരു സാമ്പിളിംഗ് നടത്തണമെങ്കിൽ നമുക്കൊരു ഫ്രെയിം വേണം. അതായത് ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് 10 പേരെ നമ്മൾ എടുക്കുകയാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നമ്മൾ 10 പേരെ സെലക്ട് ചെയ്യണം എങ്കിൽ ആ വോട്ടേഴ്സ് ലിസ്റ്റിനെ പറയുന്ന പേരാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എവിടുന്നാണോ നമുക്ക് കിട്ടിയത് ആ സോഴ്സ്,
അതിനെ പറഞ്ഞ പേരാണ് സാമ്പിളിംഗ് ഫ്രെയിം. ഇപ്പം 3000 കുട്ടികളിൽ നിന്ന് നമ്മൾ 100 കുട്ടികളെ സെലക്ട് ചെയ്യുന്നു. 3000 കുട്ടികളിൽ നിന്ന് നമ്മൾ 100 കുട്ടികളെ സെലക്ട് ചെയ്യുന്നു. ആ 100 കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് നമ്മളൊരു രജിസ്റ്ററിൽ നിന്നാണെങ്കിൽ ആ രജിസ്റ്ററിനെ പറഞ്ഞ പേരാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. അതല്ല, ആ 100 കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു ക്ലാസ്സിൽ നിന്നാണെങ്കിൽ ആ ക്ലാസ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് വേരിയബിൾ. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വ്യത്യസ്ത ആളുകളോട് ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നിലധികം ആൻസറുകൾ കിട്ടാമെങ്കിൽ അത് വേരിയബിളാണ്. ഉദാഹരണം സെക്സ്. ഒന്നുകിൽ മെയിൽ എന്നോ അല്ലെങ്കിൽ ഫീമെയിൽ എന്നോ ആൻസർ കിട്ടാം. അതല്ലെങ്കിൽ നമുക്ക് പറയാം വയസ്സ്. വ്യത്യസ്തമായിട്ടുള്ള ആൻസറുകൾ നമുക്ക് കിട്ടാം. ചില ആളുകൾക്ക് വയസ്സ് 18 ആയിരിക്കാം, ചിലപ്പോൾ 20 ആയിരിക്കാം. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഇതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഐ കളർ. ചില ആളുകളുടെ കണ്ണിൻ്റെ കളറ് ബ്രൗൺ ആയിരിക്കാം, ചില ആളുകളുടെ കണ്ണിൻ്റെ കളറ് ബ്ലാക്ക് ആയിരിക്കാം, അല്ലേ? അപ്പോൾ അത് ഈ കളേഴ്സ് ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഹൈറ്റ്, വെയ്റ്റ്, ബ്ലഡ് പ്രഷർ എന്നിങ്ങനെയുള്ള പല ഘടകങ്ങളിലും ഗ്രൂപ്പുകളിലെ അംഗങ്ങൾക്ക് വ്യത്യാസമുണ്ടെന്ന് കാണാം. ഇതാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി വേരിയബിൾസ് തന്നെ നമ്പർ, നമുക്ക് ആൻസർ കിട്ടുന്നത് സംഖ്യാപരമായിട്ട് ഉത്തരം കിട്ടുന്നവയുണ്ട്, സംഖ്യാപരമായിട്ട് അല്ലാതെയും ഉത്തരം കിട്ടുന്നവയുണ്ട്. ഉദാഹരണത്തിന് സെക്സ്, അതുപോലെ തന്നെ ഐ കളർ. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മെയില് അല്ലെങ്കിൽ ഫീമെയിൽ, അല്ലെങ്കിൽ ബ്രൗണ് അതല്ലെങ്കിൽ ബ്ലാക്ക്, ഇവിടെ ഒന്നും സംഖ്യാപരമായിട്ടല്ല ഉത്തരം കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ സംഖ്യാപരമായി അളക്കാൻ കഴിയാത്തവയാണ് നമ്മൾ പറയുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സംഖ്യാപരമായി അളക്കാൻ പറ്റാത്തവയെ പറയുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ്. അത്തരം വേരിയബിൾസിനെ പറയുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നു. അതല്ലെങ്കിൽ നോൺ ന്യൂമറിക്കൽ വേരിയബിൾസ് എന്നും നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വേരിയബിൾസ് സംഖ്യാപരമായിട്ട് പറയാൻ പറ്റാവുന്നവയുണ്ട്, സംഖ്യാപരമായിട്ട് പറയാൻ പറ്റാത്തവയുണ്ട്. സംഖ്യാപരമായിട്ട് പറയാൻ പറ്റാത്തവയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് അതല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ നോൺ ന്യൂമറിക്കൽ എന്ന് പറയുന്നത്. എന്നാൽ ഉയരം, വെയ്റ്റ്, ഏജ്, ബ്ലഡ് പ്രഷർ തുടങ്ങിയവ സംഖ്യാപരമായി അളക്കാൻ പറ്റാവുന്നവയാണ്. ഇങ്ങനെ സംഖ്യാപരമായി അളക്കാൻ കഴിയുന്നവയെ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ അല്ലെങ്കിൽ ന്യൂമറിക്കൽ എന്നാണ് പറയുന്നത്. സംഖ്യാപരമായിട്ട് പറയാൻ പറ്റുന്ന വേരിയബിൾസിനെ പറയുന്ന പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് അതല്ലെങ്കിൽ ന്യൂമറൽസ് എന്ന് പറയുന്നത്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവയെ ഡിസ്ക്രീറ്റ് വേരിയബിൾ അതുപോലെ തന്നെ കണ്ടിന്യൂസ് വേരിയബിൾസ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. വേരിയബിൾ നിർദ്ദിഷ്ട മൂല്യങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവയെ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്നാണ് പറയാം. അല്ലാത്തവയാണ് കണ്ടിന്യൂസ്. ഉദാഹരണത്തിന് ഡിസ്ക്രീറ്റ് വേരിയബിൾസിന് ഉദാഹരണമാണ് ഒരു ഫാമിലിയിലെ കുട്ടികളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ ഒരു ഫാമിലിയിലെ കുട്ടികളുടെ എണ്ണം എന്നത് ഡിസ്ക്രീറ്റ് വേരിയബിളാണ്, അല്ലേ? അല്ലെങ്കിൽ 15 വയസ്സുള്ള 4 കുട്ടികൾ, ഇതൊക്കെ പറയുന്നത് ഡിസ്ക്രീറ്റ് വേരിയബിളാണ്. ഓക്കെ, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഡിസ്ക്രീറ്റ് ആണ്, അല്ലെ? 45 കുട്ടികൾ. അവിടെ നമ്മൾ 45.3 കുട്ടികളിൽ നിന്നൊന്നും പറയില്ല, കറക്റ്റ് എണ്ണമാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ പറയാവുന്നവയാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. എന്നാൽ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ലിമിറ്റ് ആയിരിക്കും. ഇപ്പോൾ 5നും 10നും ഇടയിലുള്ള ഏത് സംഖ്യകൾ വേണമെങ്കിലും വരാം, അല്ലെങ്കിൽ 10നും 20നും ഇടയിലുള്ള ഏത് സംഖ്യകൾ വേണമെങ്കിലും വരാം. ഇങ്ങനൊരു ക്ലാസ് ലിമിറ്റ് ഉണ്ടായിരിക്കും. അതാണ് കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് റൂം ടെമ്പറേച്ചർ, അല്ലേ? അത് വേരി ചെയ്യുന്നൊരു സംഭവമാണ്. ഇപ്പോൾ 32 ഡിഗ്രി ആയിരിക്കാം, അല്ലെങ്കിൽ 32.5 പറയാറുണ്ട്, 32.7. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവമാണ് എന്തെന്ന് പറയുന്നത് കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസിന് എന്താണ് ന്യൂമറിക്കൽ വാല്യൂസ് ആണ്, അല്ലേ? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂസ് ആണ്. ഇതിന് നമുക്ക് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്നും കണ്ടിന്യൂസ് വേരിയബിൾസ് എന്നും പറയാം.
ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് വേരിയബിൾസിന് നമ്മൾ ഉദാഹരണം പറഞ്ഞു. കണ്ടിന്യൂസ് വേരിയബിൾസിന് ഉദാഹരണമാണ് റൂം ടെമ്പറേച്ചർ. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് പഠിച്ച ഈ ഭാഗങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഫാമേഴ്സ് ഇൻ ഈച്ച് ഡിസ്ട്രിക്റ്റ് ഈസ് എ ഡാഷ്. ഓക്കെ, ഓരോ ജില്ലയിലെയും കർഷകരുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ഓപ്ഷൻ ബി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അല്ലേ. എണ്ണി പറയാൻ പറ്റാവുന്ന സംഖ്യകളാണ്, ന്യൂമറിക്കലാണ്, അതുകൊണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്വാളിറ്റേറ്റീവ് ഡാറ്റ? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹൈറ്റ്. ഹൈറ്റ് ക്വാളിറ്റി ആണോ? അല്ല. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പറായിട്ട് പറയാൻ പറ്റും, ന്യൂമറിക്കലായിട്ട് പറയാൻ പറ്റും അല്ലേ. 132 സെൻറ്റിമീറ്റർ ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഹൈറ്റ് എന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. ഓക്കെ, ഓപ്ഷൻ ബി ബ്യൂട്ടി. ബ്യൂട്ടി നമുക്ക് സംഖ്യാപരമായിട്ട് പറയാൻ പറ്റില്ല, ന്യൂമറിക്കലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ബ്യൂട്ടി എന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ് ഏത്? ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്, സംഖ്യാപരമായിട്ട് പറയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വെയിറ്റ് നമുക്ക് സംഖ്യാപരമായിട്ട് പറയാൻ പറ്റുന്നവയാണ്. ഓക്കെ, ഇനി അടുത്തത്, ദി നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് ഇൻ ദി 4 ഡിസ്ട്രിക്റ്റ് ഇൻ കേരള ഇസ്. ഓക്കെ, അപ്പോൾ 4 ജില്ലകളിലെ കോവിഡ് പേഷ്യൻസുകളെ എണ്ണം നമ്മൾ പറയുന്നത് അത് ന്യൂമറിക്കലായിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് അതെന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദി നമ്പർ ഓഫ് ആക്സിഡൻസ് ഇൻ എ സിറ്റി ഡ്യൂറിങ് 2010 അല്ലേ, 2010. അപ്പോൾ 2010 ഒരു സിറ്റിയിലെ ആക്സിഡൻറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ് അല്ലേ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അഗ്രികൾച്ചറൽ സെൻസസ് ഇൻ ഇന്ത്യ ഈസ് കണ്ടക്റ്റഡ് ഇൻ എവറി ഡാഷ് ഇയർ അല്ലേ. ഓപ്ഷൻ 4 ഇയേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, 3 ഇയേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, 5 ഇയേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, 6 ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏതാണ് അഗ്രികൾച്ചറൽ സെൻസസ് ഓരോ 5 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. അതുപോലെ തന്നെ എക്കണോമിക്സ് സെൻസസ് ആണെങ്കിൽ അത് എത്ര വർഷം കൂടുമ്പോഴാണ്? 5 വർഷം കൂടുമ്പോൾ തന്നെയാണ്. എന്നാൽ പോപ്പുലേഷൻ സെൻസസ് മാത്രമാണ് എപ്പോൾ നടക്കുന്നത്? 10 വർഷം കൂടുമ്പോൾ നടക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എക്കണോമിക്സ് സെൻസസ് ഇൻ ഇന്ത്യ കണ്ടക്റ്റഡ് ഇൻ എവറി ഡാഷ് ഇയർ. എത്രയാണ് ആൻസർ? 5 ഇയർ അല്ലേ. എക്കണോമിക് സെൻസസ് ഓരോ 5 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പാരാമീറ്റർ റെഫേഴ്സ് ടു ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഡാഷ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരാമീറ്റർ എന്നത് പോപ്പുലേഷൻ ആണെന്നും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക് എന്നത് സെൻസസ് ആണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ പാരാമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. പാരാമീറ്റർ ആകുമ്പോൾ അത് ഏതായിരിക്കും ആൻസർ? പോപ്പുലേഷൻ. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടക്ടിങ് എ സർവേ മീൻസ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ സർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കളക്ടിങ് ഇൻഫോർമേഷൻ ഫ്രം എലമെന്റ്സ്. ഓപ്ഷൻ ബി മേക്കിംഗ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. ഓപ്ഷൻ സി ഡ്രോയിങ് ഗ്രാഫ്സ് ആൻഡ് പിക്ചേഴ്സ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം അല്ലേ. എന്തിനാണ് സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കളക്ടിങ് ഇൻഫോർമേഷൻ ഫ്രം എലമെന്റ്സ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, എ ന്യൂമറിക്കൽ വാല്യൂ യൂസ്ഡ് ആസ് എ സമ്മറി മെഷർ എ സാമ്പിൾ സച്ച് ആസ് എ സാമ്പിൾ മീൻ ഈസ് നോൺ ആസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പോപ്പുലേഷൻ പാരാമീറ്റർ, നമുക്കറിയാം പോപ്പുലേഷനാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാമ്പിൾ പാരാമീറ്റർ, തെറ്റാണ് അല്ലേ. സാമ്പിളിന് പാരാമീറ്റർ എന്നല്ല നമ്മൾ പറയുന്നത്. പിന്നെ ഓപ്ഷൻ സി സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് അല്ലേ. സാമ്പിൾ ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് ആണെന്നും അതുപോലെ തന്നെ പോപ്പുലേഷൻ ആണെങ്കിൽ പാരാമീറ്റർ ആണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിന്നെ
സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ സാമ്പിൾ ആണെങ്കിൽ നമ്മൾ പറയുന്നത് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം, സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്നതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പോപ്പുലേഷൻ എ. ഓക്കെ, പോപ്പുലേഷൻ നമ്മൾ നേരത്തെ ഇത് റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ പോപ്പുലേഷൻ എന്നത് എന്താണ്? പാരാമീറ്റർ ആണ്. ഓക്കെ, അവിടെ ഓർത്തിരിക്കേണ്ട രണ്ട് പോയിന്റ് മാത്രമേ ഉള്ളൂ. പോപ്പുലേഷൻ എന്നത് പാരാമീറ്റർ ആണ്, അതുപോലെ തന്നെ സെൻസസ് എന്നത് സ്റ്റാറ്റിസ്റ്റിക് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പിൾ ഈസ് എ സബ്സെറ്റ് ഓഫ്. സാമ്പിൾ എന്ന് പറയുന്നത് ഏതിൻ്റെ സബ്സെറ്റ് ആണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, പോപ്പുലേഷൻ്റെ ഒരു ചെറിയൊരു ഭാഗം, അതാണ് ഏതെന്ന് പറയുന്നത്? സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ പോപ്പുലേഷൻ, ഓപ്ഷൻ ബി ഡാറ്റ, ഓപ്ഷൻ സി സെറ്റ്, ഓപ്ഷൻ ഡി ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ എ പോപ്പുലേഷൻ. അപ്പം സാമ്പിൾ എന്നത് പോപ്പുലേഷൻ്റെ ഒരു പാർട്ടാണ് അല്ലെങ്കിൽ ഒരു സബ്സെറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ.